കോഫി കുടിക്കണം, ഷേക്ക് കുടിക്കണം, ഒരു ഡ്രൈവിന് പോകണം. എന്നിട്ട് കണ്ടോളൂ രേണു ചേച്ചി തോടെ കാണിച്ചിരിക്കുന്ന സ്റ്റോറി കണ്ടിട്ട് രേണുസുതിയെ കിട്ടത്തില്ലെന്ന് ഈ ചാരി പറയുന്നവർക്ക് പറയും. രേണു ചേച്ചി ഇതിന് ഹാർട്ടും കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഇങ്ങോട്ട് നോക്കി. അങ്ങനെ ഒടുവിൽ നമ്മുടെ രേണു ചേച്ചിയുടെ കമ്പിച്ചാറ്റും പുറത്തു വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അസാനത്തിന്റെ പേരെന്താന്ന് പറഞ്ഞത്? അങ്ങനെ ഒടുവിൽ നമ്മുടെ രേണു ചേച്ചിയുടെ കമ്പിച്ചാറ്റും പുറത്തു വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്നാലും ഞങ്ങൾക്ക് അത്ര വിശ്വാസം പോരാ. വേണ്ട, നീ വിശ്വസിക്കണ്ട. ഞാൻ നാട്ടിൽ വരുന്നുണ്ട്, ഡയറക്റ്റ് മീറ്റ് ഓക്കെ ആണോ? ആണുങ്ങളായാല് അല്പ സ്വല്പം നാണോ മാനൊക്കെ വേണം. അപ്പൊ അന്നേരം രേണുസുദിന്റെ മറുപടി എന്താണ്? യാ ആക്കാം. അതിനകത്തൊരു ആക്കലുണ്ടല്ലോ. ഐ എം ഇൻ UK now. How much you will suggest? അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. എന്നിട്ട് കണ്ടോളൂ രേണു ചേച്ചി തോടെ കാണിച്ചിരിക്കുന്ന സ്റ്റോറി കണ്ടിട്ട് മൂപ്പര് അതിന് ഉമ്മ വെക്കുന്ന സ്മൈലീസോ കഴിച്ചു കൊടുത്തിട്ട് രേണു ചേച്ചി ഇതിന് ഹാർട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന് മൂപ്പര് കൊടുത്ത മറുപടി എന്താണ്? എടോ ഡയറക്റ്റ് മീറ്റിന് എത്രയാകുമെന്ന് പറഞ്ഞില്ല. ചേച്ചി ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. സീരിയല്ല അല്ലല്ല, മൊബൈലില്. സത്യം പറയാനും പാടില്ല. അപ്പൊ അതിന് രേണു ചേച്ചിയുടെ മറുപടി നിങ്ങള് പ്ലീസ് കോണ്ടാക്ട് മൈ മാനേജർ എന്നൊക്കെ. നീയെങ്കിലും നോക്കിങ്ങോട്ട് നടന്നിരിക്കില്ലേ, അവള് നിന്നെയും കൊണ്ടേ പോകും ഉറപ്പാ. കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല, അത് പട്ടികൾക്കല്ലേ അറിയാവൂ. മാനേജർ വഴിയാണ് കച്ചവടം ഉറപ്പിക്കുന്നത്. സംഗതി എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലെ? നേരിട്ട് കാണാൻ പറ്റുമോ, റേറ്റ് എത്രയാണെന്നൊക്കെ ചോദിക്കുമ്പോ അതെന്തിനാണെന്ന് ഞാൻ ആർക്കും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ? എനിക്കറിയില്ല അതിനെപ്പറ്റി, എനിക്ക് ഓർമ്മ പോലും ഇല്ല എന്താ സംഭവം. ഇനിയിപ്പോ ചാറ്റാണോ ഇനി വെച്ച് ചെയ്താണോ, ഞാനത് ചാറ്റാണോ ഇനി വെച്ച് ചെയ്താണോ, ഞാനത് പഴയ കണ്ണു വെച്ച് എന്നെ കാണരുത്. എന്നോട് ഒരാൾ കണ്ടെന്നില്ല പറഞ്ഞു പ്ലീസ് കോണ്ടാക്ട് മൈ മാനേജർ. അങ്ങനെ ഞാൻ പറയുന്നതാണ് സാധാരണ. ഇത് എനിക്കറിയില്ല എന്താ സംഭവം. നിങ്ങൾക്ക് പ്രൊമോഷൻ വേണോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഷൂട്ടിന്റെ ആവശ്യമുണ്ടോ, പ്രോഗ്രാം ആവശ്യമുണ്ടോ, മാനേജറെ കോണ്ടാക്ട് ചെയ്യും. അത് എല്ലാ സെലിബ്രിറ്റിയും പറയുന്നത് തന്നെയാണ്. നിങ്ങൾക്ക് എന്നെ നേരിട്ട് കാണണോ, ചായ കുടിക്കണോ, നമുക്ക് എന്താ പറയാ ചേച്ചി ഞങ്ങളുടെ ഒരു ഡ്രൈവിന് വരും, ഓക്കെ ഞാൻ സെലിബ്രേറ്റ് ചെയ്യണം, പ്ലീസ് കോൺടാക്ട് മാനേജർ. എന്തോ ചെയ്യുമെന്ന് പറ, ആരാധകർ എന്താണ് വൃത്തികേട് അല്ലെങ്കിൽ എന്താണ് അതിനകത്ത് ലൈംഗിക ചുവയെന്നൊന്നും എനിക്കറിയത്തില്ല. കഷ്ടപ്പെട്ട് ജീവിക്കണ ഒരു പെൺകൊച്ചാണ്. അതാണ് ഓരോ മനുഷ്യനെ അടിച്ചു താഴ്ത്താവുന്ന സമയം വരുമ്പോൾ എല്ലാവരും ഒരുമിച്ചാണ് അടിച്ചു താഴ്ത്തുന്നതാണ്. ചേച്ചിയുടെ വടക്ക് തൊളയിട്ടോണ്ട് നിൽക്കണം, എന്തെങ്കിലും ചാൻസ് കിട്ടുമോ നോക്കാറുന്നില്ലേ? നിങ്ങൾക്ക് എന്നെ കാണണം, നിങ്ങൾക്ക് മീറ്റ് ചെയ്യണം, മീറ്റ് ചെയ്യണം. നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്ന മീറ്റ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മൂന്നാറിൽ വെച്ചിട്ട് കുറേ ആരാധകർ ഉണ്ടായിരുന്നു. മൊത്തത്തിൽ എന്തോ ആൾക്കാർക്ക് ഇഷ്ടമാണ്. ചില തൈക്കളവിന്റെ അടിമാര് പറയണ പോലെ ഇനി നായികയായിട്ടുള്ള ഇങ്ങനത്തെ രേണു പറയുന്ന മീറ്റപ്പ് ആൾക്കാർ വേറെ രീതിയിൽ എടുക്കുന്നത്. എടുക്കട്ടെ, അത് നല്ല കാര്യമല്ലേ, എടുക്കട്ടെ. അവരുടെ മനസ്സിന്റെ ഇത് അത് എടുക്കട്ടെ. അല്ലെങ്കിൽ ചേച്ചി നമ്മളെയും കലക്കും. ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞാൽ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.